ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വെള്ളക്കെട്ട് കാണാനായിട്ട് പോവുകയാണ്. വെള്ളക്കെട്ട് കാണാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാണ്, ചെറിയ പേടിയുണ്ട്. കണ്ടത്തിൽ കൂടി പോകുമ്പം നോക്കാം. വെള്ളത്തിലിറങ്ങരുത്. കഴിഞ്ഞ ദിവസം ഇറങ്ങി വലുത് കണ്ടോ? അക്കരെയുള്ള വീടൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഇപ്പം ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ. കണ്ടോ, ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. തോടൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഞങ്ങൾക്കിങ്ങനെ വെള്ളം ഇവിടെ സാധാരണ വെള്ളം ഉണ്ടാകാറുണ്ട്, ഒരു കൈത്തോട് പോലെ. അതാണ് തോട് ശരിക്കും പറഞ്ഞാൽ. ഈ നടുക്ക് കാണുന്നത്, ഈ രണ്ട് പുൽക്കെട്ടിൻ്റെ നടുക്കളാണ് തോട്. അപ്പുറത്തും ഇപ്പുറത്തും കണ്ടമാണ്. ആ കണ്ടമൊക്കെ നിറഞ്ഞിങ്ങനെ മഴക്കാലത്ത് ഒഴുകുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വീട്. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന ഇതാണ് അവസ്ഥ. ഞങ്ങളുടെ കിണറും നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിണറും നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഇതിന് മുമ്പിൽ വന്നില്ല. അപ്പം ഇച്ചിരി കിണറിനൊന്ന് വെള്ളം താന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ താഴത്തെ പറമ്പിലോട്ട് ഇറങ്ങിയത്. അപ്പം സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇറക്കം കൊടുക്കും. അതുകൊണ്ട് പോട്ടെ പോട്ടെ. പറമ്പിൽ കൂടി വെള്ളം കേളാൻ പോകുന്ന പരിപാടിയാണ് കേട്ടോ. തോടില്ലേ, സേഫായിട്ടാണ് കേട്ടോ പോണത്. കുഴപ്പമില്ല. ഞങ്ങൾ പറമ്പിൽ തന്നെയാണ്. പറമ്പിൻ്റെ അടുത്ത് താഴത്ത് ഒരുപാട് നീങ്ങിയൊന്നും നടക്കത്തില്ല. സേഫായിട്ട്. ആക്ച്വലി നമ്മുടെ തോട് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പച്ചയ്ക്കും ആ പച്ചക്കറികളാണ് തോട്. ഇതൊരു കഴിച്ചത്തോട് പോലെ. അപ്പുറത്ത് കണ്ടമാണ്. പക്ഷെ ഒഴുകുന്ന കണ്ട വലിയ പുഴ പോലെ ഒഴുകുന്നു. അപ്പോൾ നമുക്കിനി വൈകിട്ട് വരാം. വൈകിട്ട് വന്ന് കാഴ്ചയൊക്കെ കാണാം. മഴയാണ്, വെള്ളപ്പൊക്കമാണ്. എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. മതി. ബൈ ബൈ.